സിനിമയിൽ എൻ്റെ സഹോദരങ്ങൾ വിളിക്കുന്നത് പോലെയാണ് ലാലിനെ സംബോധന ചെയ്യുന്നത്. ഇച്ചാക്ക. മലയാളത്തിന്റെ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്നേഹവും ആത്മാർത്ഥതയും എന്നും ആരാധകർ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ ആരാധകർ തമ്മിൽ എത്രയൊക്കെ വാക്കുപോരുകൾ നടത്തിയാലും ഇച്ചാക്ക എന്ന് വിളിച്ച് മോഹൻലാലും ലാലു എന്ന് വിളിച്ച് മമ്മൂട്ടിയും തങ്ങളുടെ ഹൃദയം തുറന്ന് സ്നേഹിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മൂട്ടിക്ക് അർബുദമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. പേടിക്കാനായി ഒന്നുമില്ലെങ്കിലും താരം ഇപ്പോൾ ചികിത്സയിലാണെന്നും മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. അതിനിടെ ശബരിമല ദർശനത്തിനെത്തിയ ലാലേട്ടൻ മമ്മൂക്കയുടെ പേരിൽ വഴിപാട് നടത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഏറെ സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ആ വഴിപാട് രസീതിന്റെ ചിത്രം ആളുകൾ പങ്കുവച്ചതും അതിനെക്കുറിച്ച് സംസാരിച്ചതും. ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലാലേട്ടൻ ശബരിമലയിലെത്തുന്നത്. ഇതിനു മുൻപ് 2015 അദ്ദേഹം ഇവിടെ ദർശനം നടത്തിയത്. അത് അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ പുലിമുരുകൻ റിലീസ് ചെയ്യുന്ന സമയത്തായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ശബരിമലയിൽ എത്തിയത് ആരാധകർക്കും സിനിമാ ലോകത്തിനും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനിൽ മാർച്ച് 27 റിലീസാവുകയാണ്. മോഹൻലാലിന്റെ ശബരിമല സന്ദർശനത്തിന്റെയും മമ്മൂട്ടിക്കായുള്ള വഴിപാടിന്റെയും വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. താരങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തെയും സൗഹൃദത്തെയും പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഇതാണ് കേരളമെന്നും മലയാള സിനിമയുടെ സൗന്ദര്യമെന്നും പലരും കമന്റ് ചെയ്യുന്നു. റിലീസിനൊരുങ്ങുന്ന എമ്പുരാന്റെ പ്രമോഷൻ തിരക്കുകൾക്കിടയിലും ലാലേട്ടൻ നടത്തിയ ഈ യാത്രകളും വഴിപാടും ഏറെ പ്രശംസ നേടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ എമ്പുരാന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണ്. നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ലാലേട്ടൻ എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.